ഡെയിലി രാവിലെ എണീറ്റ് പറയണം. ഏതായാലും പ്രധാനപ്പെട്ട ഒരു കഥ ഗജേന്ദ്രമോക്ഷമാണ്. നമ്മൾ ആ ഗജേന്ദ്രമോക്ഷത്തിലേക്ക് കടക്കുന്നു. അപ്പൊ ഗജേന്ദ്രമോക്ഷം കഥ നിങ്ങൾക്കൊക്കെ അറിയാം, എല്ലാവർക്കും അറിയുന്ന കഥയാണ്. കാട്ടിൽ ആനക്കൂട്ടം, അതിനൊരു നേതാവ്, ആ ഗജേന്ദ്രനും ഗജേന്ദ്രന്റെ ആനകളും അല്ലെങ്കിൽ ആളുകളും ബന്ധുക്കളും വലിയ വരൾച്ച വന്ന് കുടിക്കാൻ വെള്ളമില്ല, ആഹാരമില്ലാതെ കഷ്ടപ്പെട്ട് വിഷമിക്കുമ്പോൾ ആനകളല്ലേ കിലോമീറ്ററോളം നടന്നോളും. അങ്ങനെ വെള്ളം അന്വേഷിച്ച് നടന്ന് ദൂരെ ഒരു തടാകത്തിൽ എത്തിച്ചേരുന്നു. നടന്നതിന്റെ ക്ഷീണം, പരിഭവം, വിഷമം അതൊക്കെ അങ്ങോട്ട് തീർക്കാൻ ആ തടാകത്തിലേക്ക് ഇറങ്ങി ആവോളം കുടിക്കുന്നു. ആര് കുടിക്കുന്നു? ആനയുടെ കാര്യമാണ് പറഞ്ഞത്, കേരളത്തിന്റെ കാര്യമില്ല. ആവോളം കുടിക്കുന്നു, കുളിച്ച് അതിൽ കിടന്ന് മറയുന്നു. അങ്ങനെ അവരുടെ ഒരു സമയം പോയതും ആ കഴിഞ്ഞ ക്ഷീണമൊക്കെ അങ്ങോട്ട് മറന്ന് സമയം പോയത് അവര് പറഞ്ഞില്ല. കുറെ കഴിഞ്ഞ് ഗജേന്ദ്രൻ പറഞ്ഞ കയറൂ. നേതാക്കന്മാര് കയറ്റണല്ലോ അണികളെ. അങ്ങനെ എല്ലാവരും കയറി. അവസാനം ഗജേന്ദ്രൻ കരയിലേക്ക് കയറുമ്പോഴാണ് കൈകൾ രണ്ടും മുന്നോട്ട് വെച്ചു, കാലൊന്ന് പുറകിൽ നിന്ന് മുന്നോട്ട് വെച്ചു. മറ്റൊരു കാല് വലിക്കാൻ പറ്റുന്നില്ല. ആരോ കാല് പുറകോട്ട് കടിച്ചു വലിക്കുന്നു. കേരളാണ്, മുന്നോട്ട് പോകാൻ സമ്മതിക്കില്ല. എത്രത്തോളം വലിച്ച് താഴെ ഇടാൻ പറ്റുമെന്നാണ് എല്ലാവരും നോക്കുന്നത്. എങ്ങാനും ഒരുത്തൻ നന്നാവാൻ പോയ അപ്പ അവനെ വലിച്ച് ഇല്ലേ, ഏതെങ്കിലും ഒരു ഡോക്ടർ എന്തെങ്കിലും പറഞ്ഞാൽ പിന്നെ അവന്റെ മേക്കെട്ട് കയറി. അതൊക്കെയല്ലേ ഇപ്പൊ നമ്മൾ കാണുന്നത് അല്ലേ? നല്ലത് പറഞ്ഞാൽ അവനെ പിടിച്ച് താഴെ ഇടും. നീ അങ്ങനെ നല്ലത് പറയണ്ട, കേരളം അങ്ങനെയാണെന്നാണ്. അങ്ങനെ പരശുരാമൻ മഴു എറിഞ്ഞതാ ഈ കേരളം ഉണ്ടായതെന്നാണ്. അതിനുശേഷം കിട്ടിയവരുടെയൊക്കെ കയ്യിൽ മഴുക. ഒരുത്തൻ നന്നാവാൻ നോക്കി അപ്പം മഴു എടുത്തു, അവനെ കടക്കൽ തന്നെ വെട്ടു. കടക്കൽ വെട്ടിയ പിന്നെ ഒരിക്കലും വൃക്ഷം പൊങ്ങി വരുമോ? ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് പരശുരാമൻ മഴു എറിഞ്ഞിട്ട് തന്നെയാ കേരളം ഉണ്ടായത്. കാരണം ഒരുത്തനെയും നന്നാവാൻ അനുവദിക്കില്ല. നിങ്ങക്ക് തോന്നിയിട്ടുണ്ടോ അങ്ങനെ? എനിക്കിപ്പോഴാ തോന്നിയത്. പണ്ട് എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടായിരുന്നില്ല. പരശുരാമൻ മഴു എറിഞ്ഞിട്ടാണ് കേരളം ഉണ്ടായത് ഞാൻ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പൊ എനിക്ക് മനസ്സിലായി 101% ശരിയാണ്. അതൊരു മഴുവല്ല, കുറെ എറിഞ്ഞു എന്നാണ്. അതുകൊണ്ട് ഇവിടെ ഗജേന്ദ്രനും മനസ്സിലായി കര കയറാൻ അത്ര എളുപ്പല്ല. കാല് പിടിച്ചു വലിക്കണം, കാല് കയറിയിട്ടാണ് പിടിക്കുന്നത്. ഗജേന്ദ്രന്റെ ഉള്ളിലൊരു അഹങ്കാരം ഉണ്ടായിരുന്നു, ഇതെല്ലാം തട്ടി മാറ്റി പുറത്ത് കടക്കാന്നുള്ളത്. ആവും പാടും ശ്രമിച്ചു കര കയറാൻ വേണ്ടിയിട്ട്, രക്ഷയില്ല. അപ്പോഴേക്കും മക്കള് ചോദിക്കുന്നുണ്ട്, മമ്മി ഡാഡി എവിടെയെന്ന്. ഡാഡി ഇപ്പോഴും വെള്ളത്തിലാണ്. കേരളമല്ലേ, ഡാഡി വെള്ളത്തിലായില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. എല്ലാവരും കൂടെ വെള്ളത്തിന്റെ അടുത്തേക്ക് വന്നു, തടാകത്തിന്റെ അടുത്ത് വന്നു. ഡാഡി എങ്ങനെ വെള്ളത്തിൽ നിന്ന് പൊക്കിയെടുക്കാനായിട്ട് ഭാര്യ, ഗജേന്ദ്രന്റെ ഭാര്യ പെരുമ്പാവൂരുകാരിയായിരുന്നു തോന്നണം. കാരണം ഗജേന്ദ്രൻ കരയിലേക്ക് കയറുന്നില്ല എന്ന് മാത്രമല്ല, ഗജേന്ദ്രൻ പതുക്കെ വെള്ളത്തിലേക്ക് ഇറങ്ങിപ്പോവാണ്. ഭാര്യയ്ക്കും തോന്നി താനും വെള്ളത്തിലേക്ക് ഇങ്ങനെ ഇറങ്ങുണ്ടോ എന്നൊരു സംശയം വന്നതും ഭാര്യ അപ്പം പിടുത്തം വിട്ടു. ഭർത്താവിനെ നോക്കിയിട്ട് പറഞ്ഞു, ഞാൻ നാരായണീയം പഠിച്ചിട്ട് വരാമെന്ന്, എനിക്ക് നാരായണീയം ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞ് ഭാര്യ അവിടെ നിന്നൊരു മുങ്ങല്. ഗജേന്ദ്രന്റെ കൂടെ ആരുമില്ല, ഭാര്യയും ഇല്ല, മക്കളും ഇല്ല. ഇന്നിപ്പോ ഒരുപാട് വീടുകളിൽ ഗജേന്ദ്രന്മാർ ഒറ്റയ്ക്ക് താമസിക്കുക. കാരണം മക്കളൊക്കെ അങ്ങ് വിദേശങ്ങളിൽ പോയപ്പോ ഇവിടെ ഇപ്പം ആരുമില്ല. മനസ്സിലായില്ലേ? അങ്ങനെയുള്ളൊരവസ്ഥയല്ലേ? ആണോ? അങ്ങനെ ഗജേന്ദ്രൻ തളർന്നു, മാനസികമായും ശാരീരികമായും. പക്ഷെ ഒരു നിമിഷം കൊണ്ട് ഗജേന്ദ്രന് പൂർവജന്മ സുകൃതം, അതാണ് ഈ സാധനാനുഷ്ഠാനങ്ങളുടെയൊക്കെ ഗുണം.
താൻ ഒരു വശത്ത് തളർന്നുകൊണ്ടിരിക്കുകയാണ്, വെള്ളത്തിലേക്ക് അങ്ങനെ ആഴ്ന്നുകൊണ്ടിരിക്കുകയാണ്. തൻ്റെ കാലിലൊരു മുതല പിടികൂടി വലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ യാഥാർത്ഥ്യം അറിഞ്ഞതും ഇതിൽ ഞാൻ തളരുകയല്ല വേണ്ടത്, എൻ്റെ മനസ്സിനെ ഞാൻ ഇതിൽ നിന്നും ഉയർത്തണം. ഈ ഒരു ജങ്ചർ എന്ന് പറയും, ഈ ഒരു പോയിന്റ് ഉണ്ടല്ലോ, ഇറ്റ്സ് എ വെരി ക്രൂഷ്യലാണ് ലൈഫിൽ. അതായത് ജീവിതത്തില് ഒരു വശത്ത് വിഷമങ്ങളോ ദുഃഖങ്ങളോ രോഗങ്ങളോ നഷ്ടങ്ങളോ ആകുന്ന മുതല കയറി പിടിച്ചു വലിക്കുമ്പോൾ കൂടുതൽ ആളുകളും ആ ദുഃഖത്തിന്റെ സാഗരത്തിലേക്ക്, തടാകത്തിലേക്ക്, കുഴിയിലേക്ക് അങ്ങോട്ട് എന്തു ചെയ്യും? താഴ്ന്നു പോവും. എന്നാൽ ഇവിടെയാണ് ഗജേന്ദ്രനെ സംബന്ധിച്ച് ഗജേന്ദ്രന് മനസ്സിലായി, കര കയറാനുള്ള ആദ്യത്തെ പടി മനസ്സ് തളരാതിരിക്കലാണ്. എ ഹോപ്പ് കംസ് വെൻ ദ മൈൻഡ് ഈസ് കെപ്റ്റ് പോസിറ്റീവ്. ഹോപ്പ് കംസ്, പ്രതീക്ഷ അവിടെയാണ് വരുന്നത്. മനസ്സ് തളരുന്നവർക്കാണ് പ്രതീക്ഷകളെല്ലാം, അവർക്ക് പറയൂ, പ്രതീക്ഷകളെല്ലാം ഇല്ലാതാവും. ഇത് നമ്മൾ പലപ്പോഴും അറിയുന്നില്ല. പ്രതീക്ഷ ഉണ്ടാവണമെങ്കിൽ മനസ്സൊരിക്കലും തളരാൻ പാടില്ല. അപ്പൊ എന്തെങ്കിലുമൊക്കെ വഴികളുണ്ടാവും. മനസ്സിലാവുണ്ടല്ലോ? ആ പ്രതീക്ഷ നിലനിർത്തണമെങ്കിൽ മനസ്സ് തളരാതിരിക്കണം. രാവണൻ സീതയെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു, 1 മാസം കൂടി നിനക്ക് ഞാൻ സമയം തരും, ഒന്നുകിൽ എനിക്ക് വിധേയയാവുക, എന്റെ പത്നിയാവുക, അല്ലെങ്കിൽ നാളത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആവുക, ഏത് വേണം നീ തീരുമാനിക്കണം. സീതയോട് പറയാണ്, നിന്നെ ഞാൻ വെട്ടി നുറുക്കി എന്റെ പ്രാതലാക്കി കളയുന്നു. ഉണ്ടോ? ഇത് വാത്മീകി രാമായണത്തിലാണ് ഡീറ്റെയിൽ ആയിട്ടുള്ള. എഴുത്തച്ഛൻ അത്ര ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ടില്ല ആ ഭാഗം. സീതയുടെ മുന്നിൽ അപ്പോഴും ഒരു പ്രതീക്ഷയുണ്ട്. എന്താണെന്നറിയില്ല, എവിടെയോ ഒരു നല്ല ഒരു ലക്ഷണങ്ങൾ കാണാം. രാവണൻ ഇതൊക്കെ പറഞ്ഞ് സീതാദേവി, ഈശ്വര എന്തായിരിക്കും ഇനി, എന്താണ് എൻ്റെ അടുത്തത്? അപ്പോഴാണ് മരത്തിന് മുകളിലിരുന്ന് രാമകഥകൾ ഹനുമാൻ പാടിക്കൊണ്ടിരിക്കുന്നത്. മനസ്സിലാവുണ്ടോ? അപ്പൊ പ്രതീക്ഷകളില്ല എന്ന് തോന്നുന്നിടത്തും പ്രതീക്ഷിക്കാനുള്ള വകകൾ കാലം ഒരുക്കി വെക്കും. അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്, എന്തു ദുരിതവും ദുഃഖവും വേദനയുണ്ടെങ്കിലും മനസ്സ് തളരാൻ ഒരിക്കലും അനുവദിക്കരുത്. ഗീതയിൽ മനോഹരമായ ഒരു ശ്ലോകമുണ്ട്, നമുക്കൊക്കെ വേണ്ടുന്ന ഒരു ശ്ലോകമാണ്. 6-ാം അധ്യായത്തിൽ 37-ാം ശ്ലോകം. ഇത് കുട്ടികളെയൊക്കെ പഠിപ്പിക്കണം നിങ്ങൾ. കാരണം നമ്മുടെയൊക്കെ ജീവിതത്തിലുള്ള സം പോയിന്റ് എവിടെയോ ഒരു പ്രതീക്ഷ നഷ്ടപ്പെട്ട് ആകെ ഒരു വേദനയിലും ദുഃഖത്തിലും അമർന്നു പോകുന്ന ആളുകൾ, അത് പ്രായമാകും തോറും കൂടി വരും. ഇവിടെ ഇരിക്കുന്ന നിങ്ങളോടൊക്കെ എനിക്ക് പറയാനുള്ളത്, നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കണം. മനസ്സിപ്പോൾ നിൽക്കുന്നത് ശരീരത്തിലും, അതായത് നിങ്ങളുടെ ആരോഗ്യത്തിലും ബന്ധങ്ങളിലും നിങ്ങളുടെ വസ്തുക്കളിലൊക്കെയാണ്. നിങ്ങൾ വില കൽപ്പിച്ചിരിക്കുന്ന സാധനങ്ങളിലാണ്. ഇതിൽ മനസ്സ് ഉറച്ചു നിൽക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നേയില്ല. മനസ്സിലാവുണ്ടോ? നമ്മുടെ കൈ, ഇപ്പൊ നിങ്ങൾ നോക്കൂ, നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾ ആഭരണങ്ങളൊക്കെ അണിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ആഭരണങ്ങളിലൊക്കെ നിങ്ങളുടെ മനസ്സ് മുറുകെ പിടിച്ചിട്ടുണ്ടോ? ആഭരണങ്ങളിലൊക്കെ നിങ്ങളുടെ മനസ്സ് നിൽക്കുന്നുണ്ടോ? ഇല്ല. അതൊന്നും അങ്ങോട്ട് പോവട്ടെ എന്നറിയാം. അപ്പം മനസ്സുണ്ടോ ഇല്ല എന്നുള്ളത് അറിയാം. അതിൻ്റെ ആ പിന്നിലുള്ള ആണി പോയാൽ പോലും നിങ്ങളുടെ ആണി പോയിട്ടുണ്ടാവും. ഒരു കമ്മലിന്റെ ഒക്കെ പുറകിലുള്ള ആണിക്ക് എത്രമാത്രം സ്വർണം ഉണ്ടാവും? അതിൽ സ്വർണം ഉണ്ടോ എന്ന് തന്നെ അറിയില്ല. ഉണ്ടോ? ആ സ്റ്റഡിനുണ്ടാവുമായിരിക്കാം, അല്ലേ? ആണോ? അല്ലെ? എത്രയല്ലേ ഉള്ളൂ. എല്ലാവരും ഇപ്പൊ തപ്പി നോക്കുകയാണ്, ദൈവമേ ഈ പോയോ എന്നുള്ളത്. അപ്പൊ ആ സാധനം പോയി കഴിഞ്ഞാൽ ഇവിടെ ഇരുന്ന് ഭാഗവതം കേൾക്കാൻ മനസ്സ് സമ്മതിക്കുമോ? നിങ്ങളുടെ കമ്മലിൽ കാണുന്നുമില്ല, വേറൊരാള് താഴെ നിന്ന് എടുക്കണമുണ്ട്.
മനസ്സെന്താ വിചാരിക്കുക? അതന്നെ അവർക്ക് കിട്ടിയിട്ടുണ്ടാവും. അതവർ അങ്ങനെ തോന്നൂ. മനസ്സങ്ങനെ തെറ്റിദ്ധരിപ്പിക്കോ? ഇല്ല. ഉണ്ടോ ഇല്ലയോ? അപ്പൊ മനസ്സിങ്ങനെ പലതിലും പിടിച്ചു നിൽക്കുകയാണ്. ഇത് നമ്മൾ അറിയുന്നില്ല. ഒരു ദിവസം എന്തെങ്കിലുമൊക്കെ ചില വിഷമങ്ങൾ വരുമ്പോഴാണ് മനസ്സ് അതോടുകൂടി ടീം വീഴുന്നത്. അതുകൊണ്ടാണ് ചിലവർക്ക് ചില വിഷമങ്ങളിൽ നിന്ന് കരകയറാൻ അത്ര എളുപ്പത്തിൽ. അവർക്ക് പറയൂ. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, മനസ്സിപ്പോൾ നിൽക്കുന്നത് അനിത്യമസുഖം ലോകം. ഗീതയിലെ ഈ വരികൾ നിങ്ങൾ ഓർക്കണം. ഞാൻ 6-ാം അധ്യായം പറഞ്ഞത് വിട്ടോളൂ. 9-ാം അധ്യായത്തിലേക്ക് വരിക. 9-ാം അധ്യായം. ഈ സത്യം നിങ്ങൾ ഉൾക്കൊള്ളണം. 9-ാം അധ്യായത്തിലെ ഗീതയിൽ 9-ാം അധ്യായത്തില് ലാസ്റ്റ് പോർഷൻ, അനിത്യമസുഖം ലോകം ഇമം പ്രാപ്യ ഭജസ്വമാം. ശ്ലോകം നമ്പർ കൃത്യം എനിക്ക് ഓർമ്മയില്ല. തോന്നുന്നു പ്രോബബ്ലി ഒരു 27 or 28 അങ്ങനെ എന്തോ ലാസ്റ്റ് പോർഷൻ ആണത്. സെക്കൻഡ് ശ്ലോകാണ്. അനിത്യമസുഖം ലോകം ഇമം പ്രാപ്യ ഭജസ്വമാം. ആർക്കെങ്കിലും പറയാൻ പറ്റുമോ ശ്ലോകം നമ്പർ? ആരുടെങ്കിലും കയ്യിലുണ്ടോ ഗീത? 39 33. അതിലെ സെക്കൻഡ് ശ്ലോകം അല്ലേ? ഇത് ഓർത്തു വെക്കുക. എല്ലാവരും ഒന്ന് പറയൂ. അനിത്യം അസുഖം ലോകം ഇമം പ്രാപ്യ ഭജസ്വമാം എന്ന് പറഞ്ഞാൽ അർത്ഥം, നിങ്ങളുടെ മനസ്സിപ്പോൾ നിൽക്കുന്നത് അനിത്യമായതിലാണ്. എന്ന് വെച്ചാൽ നമ്മുടെ കൂടെ ഉണ്ടാവാത്തതിലാണ്. അസുഖം, അത് നമുക്ക് സുഖമല്ല തരുക. കൈവിട്ടുപോയാൽ നമുക്കത് എന്ത് തരും? അസുഖം എന്ന് പറഞ്ഞാൽ രോഗം എന്നുള്ള അർത്ഥത്തിലല്ല. ഉള്ള സുഖം അത് ഇല്ലാതാക്കും. പിന്നീട് അസുഖം. അടുത്ത വരി എന്താണ്? അനിത്യം അസുഖം ലോകം. ഈ ലോകം, നമ്മുടെ കയ്യിലുള്ള ഈ ഇപ്പൊ കൊണ്ടു നടക്കുന്ന സാധനങ്ങളൊക്കെ, നിങ്ങളുടെ ശരീരം, ബന്ധങ്ങള് എല്ലാം അനിത്യവുമാണ്, അസുഖവുമാണ്. മീൻസ് അത് നമ്മുടെ കൂടെ ഉണ്ടാവില്ല. അത് നമുക്ക് ദുഃഖങ്ങൾ തരാം. അതുകൊണ്ട് ഇമം പ്രാപ്യ, ഇവിടെ ജീവിച്ചിരിക്കുമ്പോൾ മാം ഭജസ്വ. എന്ത് വേണം? ആരെ ഭജിക്കണം? ഭഗവാനെ ഭജിക്കണം. ഇത് മറക്കരുത്. ഇതൊരു നിമിഷം കൊണ്ട് മനസ്സിലായി ഗജേന്ദ്രന്. എന്റെ മനസ്സ് ഞാൻ ഒരിക്കലും കൈവിടരുത്. ഒരു സിറ്റുവേഷൻ വന്നിട്ട്, ഒരു ക്രൈസിസ് വന്നിട്ട്, ഒരു വല്ലാത്ത ട്രാജഡി വന്നിട്ട് മനസ്സിനെ റിക്കവർ ചെയ്യാൻ ശ്രമിച്ചാൽ ഇംപോസിബിളാണ്. കാരണം മനസ്സിനെ അങ്ങനെ പെട്ടെന്ന് നമുക്ക് ഒരു യൂ ടേൺ എടുക്കാൻ പറ്റില്ല. ഇത് കാറൊക്കെയാണേ പറ്റുമായിരിക്കാം. ഒരു വിഷമത്തിലേക്ക് കൂപ്പുകുത്തുന്ന മനസ്സിനെ പെട്ടെന്ന് അതിൽ നിന്നും ഒരാൾക്ക് കൊണ്ടുവരാൻ പറ്റുമോ? പുറത്തേക്ക് കൊണ്ടുവരാൻ പറ്റുമോ? അവർക്ക് പറയൂ നിങ്ങള്. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, എപ്പോഴാണ് നമ്മുടെ മനസ്സ് കൈവിട്ട് പോവുക നമുക്കറിയില്ല. അപ്പൊ അതുവരെ കാത്തിരിക്കണോ, അതോ ഇപ്പോഴേ ആ ഒരു തിരിച്ചറിവിൽ ജീവിക്കണോ? എപ്പോഴെങ്കിലും എന്നെങ്കിലും എൻ്റെ മനസ്സ് കൈവിടാൻ ഒരു ഇടവരികയാണെങ്കിൽ കൈവിട്ടു പോവാതിരിക്കാനുള്ള ഒരു പിടി ഞാനിപ്പോഴേ കരുതി വെക്കണം. സമ്പത്ത് കാലത്ത് ദൈവത്ത് വെച്ചാൽ അപ്പ കഷ്ടപ്പെടേണ്ടി വരില്ല. അപ്പൊ ഒന്ന് മുറുകെ പിടിക്കാനുള്ള ഒരു പിടി ഒരുക്കി വെക്കണോ? വേണോ വേണ്ടയോ? ഇതാണ് ആത്മീയത. ഇതാണ് നമ്മുടെ അനുഷ്ഠാനം. ഇതിനാണ് നിങ്ങൾ ജപിക്കുന്നത്. പക്ഷെ കഷ്ടകാലത്തിന് ഇതൊന്നും ആരും പറഞ്ഞു തരാത്തത് കൊണ്ട് നമ്മളിതൊക്കെ ചടങ്ങായി കൊണ്ടു നടന്നു. പൂജാമുറിയുള്ളവർ അവിടെ പോയി കുറച്ചു നേരം പെറുപെറുക്കും, ഒരു ചന്ദനത്തിനെയും കാണിച്ചുരുട്ടും. ഞാനൊരു വീട്ടിൽ പോയപ്പോൾ എനിക്ക് വളരെ സങ്കടം തോന്നിയത്, അവിടെ നല്ല ഭംഗിയുള്ള ഒരു ഗുരുവായൂരപ്പന്റെ വിഗ്രഹം, പഴയ വിഗ്രഹം, മൂക്ക് കറുത്തിരിക്കുന്നു. ഇവിടെ എന്താ കറുത്തിരിക്കുന്നതെന്ന് അപ്പൊ പറഞ്ഞു, ചന്ദനത്തിരി മണപ്പിച്ചാന്ന്. അതെന്തിനാ മണപ്പിച്ചതെന്ന്. അല്ല, ഇപ്പോഴത്തെ ചന്ദനത്തിരി ഒന്നും വാസനയില്ലേ സ്വാമിന്ന്. അപ്പൊ ഗുരുവായൂരപ്പൻ നല്ലോണം മണത്തോട്ടെ എന്ന് വെച്ചിട്ട് മൂക്കിന്റെ അടുത്ത് പിടിപ്പിച്ചിരിക്കുന്നു. എന്താ ഒരു ആലോചിച്ച് നോക്കൂ. ചില വീടുകളിലൊക്കെ പോയാൽ നമുക്ക് വിഷമം തോന്നും. ഓടക്കൊള്ള ഊരി വെക്കുക. കണ്ടില്ലേ നിങ്ങൾ? ഇവിടെയുണ്ടോ? ഈ ഭാഗത്തുണ്ടോ? അങ്ങനെയൊക്കെ ഉണ്ടോ? ഊരി വെച്ചവരാരെങ്കിലും ഉണ്ടോ അങ്ങനെ വീട്ടില്? ആരും ഇപ്പൊ കൈ പൊക്കില്ല.
ഞാനൊരു അനുഭവം പറയണം, ആ വീടൊന്നും പറയാൻ പാടില്ലല്ലോ. അവിടെ ചെല്ലുമ്പം അവിടുത്തെ കൃഷ്ണന്റെ വിഗ്രഹത്തിൽ ഓടക്കൊള്ളില്ലേ, അപ്പൊ ഞാനത് കണ്ടു. അപ്പൊ ആ അമ്മയ്ക്ക് ഇത് മനസ്സിലായി, ഞാനത് കണ്ടു എന്നുള്ളത്. ഞാൻ തിരിച്ച് അവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് വീണ്ടും ആ വിഗ്രഹത്തിലേക്ക് മാതൃഭൂമി വരെ ചുരുട്ടി വെച്ചിരിക്കുന്നു. ഞാൻ ചോദിച്ചു, എന്തു മുതലാ കൃഷ്ണൻ മാതൃഭൂമി ഊതാൻ തുടങ്ങിയതെന്ന്. അപ്പൊ പറഞ്ഞു, സ്വാമി ഏതെങ്കിലും പ്രഭാഷണത്തിൽ ഇത് അടിച്ചാൽ ഞങ്ങൾക്കൊരു മോശമല്ലേ. ഞാൻ ചോദിച്ചു, എന്തിനത് ഊരി വെച്ചത് എന്താണ്? അപ്പൊ ആരോ പറഞ്ഞത്രേ, ഈ കൃഷ്ണൻ ഓടക്കോൾ കൊടുത്ത സമ്പത്തല്ല ഊതിക്കളയുന്ന. ഇതെന്താ കൃഷ്ണൻ എന്താ കുഴൽപ്പണത്തിന്റെ ഇടപാടോ? ഓരോ പൊട്ടത്തരങ്ങളും മണ്ടത്തരങ്ങളും ആവർത്തിച്ച ആളുകളുടെ തലയിൽ കയറിപ്പോയി. പലപ്പോഴും നമ്മൾ വിദേശങ്ങളിൽ പോകുമ്പോഴാണ് നമ്മൾ എത്ര പുറകിലാണെന്നറിയാം. നിങ്ങൾക്കറിയൂ, ഹിന്ദു മതം ആചരിക്കുന്ന ഒരു നാടുണ്ട്, ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ ജീവിക്കുന്ന ഇന്തോനേഷ്യയിൽ. അത് നാടിന്റെ പേരാണ് ബാലി എന്ന് പറയുന്ന ഐലൻഡ്. ഏതാണ്? അവിടെ സ്ത്രീകളൊക്കെ കാലത്ത് 5 മണിക്ക് എണീറ്റ് ഗായത്രി ചൊല്ലും. ഗായത്രി, ഞാൻ അനവധി തവണ യാത്ര ചെയ്ത ആളാണ്. ഗായത്രി ചൊല്ലും. നമ്മുടെ നാട്ടിലാണെങ്കിലോ അത് ചൊല്ലിയ ദോഷം, ഇത് ചൊല്ലിയ ദോഷം, ഒക്കെ ദോഷക്കാരാണ്. എന്തിനാ ഈ ദോഷം പറയേണ്ടത്? നമ്മിനെ ചൊല്ലണ്ടല്ലോ. അങ്ങനെ നമ്മൾ എക്സ്ക്യൂസ് അടിച്ച് എന്തായി? നമ്മൾ ഈ സംസ്കാരത്തിൽ നിന്നും വളരെ നാമജപ സംസ്കാരത്തിൽ നിന്നും നമ്മൾ വളരെ അകലെയായിപ്പോയി. അതുകൊണ്ട് ഇത്തരം ദോഷം ചിന്തിക്കുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത്, ദോഷം ചിന്തിക്കുന്ന മനസ്സ് തന്നെ ദോഷമാണ്. ഇത് അധർമ്മകൃതസ്ഥാനം സൂചകസ്യാഭിതഭവേന. ശ്രീമദ് ഭാഗവതം 1-ാം സ്കന്ധം 16-ാം അധ്യായം 22-ാം ശ്ലോകം, 17-ാം ശ്ലോകം 22-ാം അധ്യായം 1, 17, 22. ഇത് അധർമ്മകൃതസ്ഥാനം സൂചകസ്യാഭിതഭവേന. ആരുടെ മനസ്സിലാണോ അധർമ്മം ചിന്തിക്കുന്നത്, ഇത് തെറ്റാണ് ചിന്തിക്കുന്നത്, അത് തന്നെ അവരുടെ മനസ്സ് തന്നെ ഒരു പാപ മനസ്സാണ്. പാപ മനസ്സുകൾക്ക് അത്തരത്തിലുള്ള അധർമ്മ ചിന്ത തോന്നുള്ളൂ. ഒരു കാര്യം വ്യക്താക്കണേ, നിങ്ങൾ കുളിച്ചാലും കുഴപ്പമില്ല, കുളിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, നാമജപത്തിന് ഇതൊന്നും നോക്കണ്ടല്ല. അപവിത്ര പവിത്രോ വാ സർവാവസ്ഥംഗതോ വിവാ യസ്മരേ പുണ്ടരീകാക്ഷം സഭാക്യാഭ്യന്തര ശുചീന. മനസ്സിലായില്ലേ? ശരീരത്തിന് എന്ത് അശുദ്ധി ഇരുന്നോട്ടെ അതൊന്നും നോക്കണ്ട. നാമജപത്തിനെ ഈ അശുദ്ധിയൊന്നും ബാധിക്കില്ല. നിങ്ങൾ വൃന്ദാവനത്തിൽ പോകുമ്പോൾ അവിടുത്തെ മെയിൻ ക്ഷേത്രമാണ് ബാങ്കി ബിഹാരി ക്ഷേത്രം. മെയിൻ ടെമ്പിളാണ് അത്. പണ്ട് കാലത്ത് ഹരിദാസ് സ്വാമികൾ എന്ന് പറഞ്ഞ വലിയ മഹാനുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ മുന്നിൽ ഭഗവാൻ പ്രകടമായതിന്റെ സ്മരണാർത്ഥം ഉണ്ടാക്കിയ വിഗ്രഹമാണ് ഈ ബാങ്കി ബിഹാരി ക്ഷേത്രം. അപ്പൊ ഈ ഹരിദാസ് സ്വാമികള്, അദ്ദേഹം നാമത്തിന്റെ അത്രയും അതിലങ്ങനെ മുഴുകി കിടക്കുന്ന ആളാണ്. അതുകൊണ്ടാണ് അദ്ദേഹം ഹരിദാസ് എന്നുള്ള പേര് തന്നെ. നിങ്ങൾ കഥകളൊക്കെ കേട്ട് കാണും. പണ്ട് അക്ബറുടെ ആസ്ഥാന കവിയായിട്ട് ടാസൻ എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു, വലിയ കേട്ടുണ്ടോ? അദ്ദേഹത്തിന്റെ ഗുരുവായിരുന്നു ആര്? ഈ ഹരിദാസ് സ്വാമികൾ. അക്ബറുടെ കാലത്ത് അക്ബർ മുസ്ലിം ആയിരുന്നെങ്കിലും അദ്ദേഹത്തിന് ഭയങ്കര ഹിന്ദു സംസ്കാരമുള്ള ഒരാളും കൂടിയായിരുന്നു. മുഗളന്മാരിൽ ഏറ്റവും കൂടുതൽ ഹിന്ദു സംസ്കാരമുള്ള ഒരാളായിരുന്നു അക്ബർ. അതുകൊണ്ടാണ് അദ്ദേഹം നമ്മുടെ ഹിന്ദു ക്ഷേത്രങ്ങൾ കുറെ പ്രൊട്ടക്ട് ചെയ്തത് അക്ബറാണ്. ബാക്കിയൊക്കെ കണക്ക് തന്നെ, ഷാജഹാനും ഔറംഗസീബും ഒക്കെ കണക്ക് തന്നെ, അവരൊക്കെ കുറെ നശിപ്പിച്ചിട്ടേ ഉള്ളൂ. പക്ഷെ ഇദ്ദേഹം കുറെ സംരക്ഷിച്ചു. കാരണം ഇദ്ദേഹത്തിന് ഒരു ഭക്തിയൊക്കെ വന്നത് ഈ ഹരിദാസ് സ്വാമികളിലൂടെ, ഈ ടാസനിലൊക്കെയാണ്. അത്ര ഒരു ഭക്തിയായിരുന്നു അവരൊക്കെ. അപ്പൊ ഈ ഹരിദാസ് സ്വാമികൾക്ക് ഒരു ദോഷം ഉണ്ടായിരുന്നു, ഒരു കുഴപ്പം. അന്നൊന്നും ഇന്നത്തെ പോലെ ടോയ്ലറ്റ് സിസ്റ്റങ്ങളിലൊക്കെ പുറത്തു പോവലല്ലേ, അതാണല്ലോ വെളിക്ക് പോവുക എന്നൊക്കെ പറയാം പഴയകാലം അല്ലേ. ഇന്നത്തെ സിസ്റ്റങ്ങളില്ലല്ലോ പഴയ കാലത്ത്, ഉണ്ടായിരുന്നോ? അപ്പൊ ഈ ആള് ഈ പുറത്തു പോകുന്ന സമയത്ത് ടോയ്ലറ്റിൽ പോകുമ്പം നാക്കിങ്ങനെ വളച്ച് കടിച്ചു വെക്കും. കാരണം വെച്ചാൽ ഇദ്ദേഹത്തിന്റെ നാക്ക് നമ്മള് വെറുതെ വെച്ചാലും വേണ്ടാത്ത വർത്തമാനം പറയും. അദ്ദേഹത്തിന്റെ നാക്കിനൊരു കുഴപ്പമുണ്ട്, അതങ്ങനെ വെറുതെ വെച്ചാൽ നാമം ജപിച്ചുകൊണ്ടേയിരിക്കുക. അപ്പൊ അദ്ദേഹം ഈ ശരീരത്തിന് അശുദ്ധി ഉള്ളപ്പോൾ നാമം ചൊല്ലണ്ട എന്ന് വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? നാക്ക്. അങ്ങനെ ഭഗവാൻ കുട്ടിയുടെ രൂപത്തിൽ അവിടെ വന്നു എന്നാണ്. അപ്പൊ എവിടുന്നാ? അപ്പൊ പറഞ്ഞു, അച്ഛനും അമ്മയും ആരാന്നറിയില്ല,
എന്നെ ഇങ്ങനെ വഴിയിലിട്ട് അവര് പോയി. അപ്പൊ കുട്ടിക്ക് വല്ല എനിക്ക് ആരെയും അറിയുന്നില്ല. അപ്പൊ ആരോ പറഞ്ഞു ഈ ആശ്രമത്തിൽ വന്നാൽ ഇവിടെ ഇരിക്കാന്നൊക്കെ. അങ്ങനെ ഹരിദാസ് സ്വാമികളുടെ കൂടെ കുട്ടി കൂടുകയാണ്. അപ്പൊ ഈ കുട്ടി ഒരു ദിവസം ചോദിക്കുകയാണ്, അങ്ങ് ഈ ടോയ്ലറ്റിൽ പോകുമ്പോഴാണ് പ്രാണൻ പോകുന്നതെങ്കിൽ അങ്ങ് ഭഗവാനെ സ്മരിക്കാതെ ഈ മാലിന്യം ചിന്തിച്ചിട്ടാണോ മരിക്കേണ്ടത്? ഭഗവാന്റെ നാമത്തെ ഈ മാലിന്യം വല്ലതും അലട്ടുവോ? അങ്ങ് വിഷ്ണു സഹസ്രനാമൊക്കെ ചൊല്ലുന്ന ആളല്ലേ? അതിൽ പറയുന്നില്ലേ ഭഗവാൻ എല്ലാ മാലിന്യത്തിനും അതീതനാണ്, ഒരു കളങ്കവും ഏൽക്കാത്തവനാണ് ഭഗവാൻ. അങ്ങനെയുള്ള ആ ഭഗവാന്റെ നാമത്തെ ശബ്ദാധിക ശബ്ദ സഹശിശര സർവരീകര എന്നൊക്കെ പറഞ്ഞ മന്ത്രങ്ങളൊക്കെ അങ്ങ് പഠിക്കുന്നതല്ലേ? ഇപ്പൊ ഈ കുട്ടിയുടെ ഈ അറിവിന് മുമ്പിൽ തൊഴുതുകൊണ്ട് ചോദിച്ചു, അങ്ങ് ആരാണ്? അല്ല, ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് അങ്ങ് ഒരു ഉത്തരം തരണം. ഈ നാക്ക് വളച്ച് അങ്ങ് ടോയ്ലറ്റിൽ പോകുമ്പോൾ ജീവൻ പോകുന്നത് ഭഗവാനെ സ്മരിക്കാതെയല്ലേ? അത് നല്ലതാണോ? ഇദ്ദേഹത്തിന് തോന്നി കുട്ടി പറയുന്നതിലൊരു കാര്യമുണ്ട്. അപ്പൊ അദ്ദേഹം വിചാരിച്ചു ഇനിയിപ്പോ അതൊന്നും നോക്കണ്ട, ഇനിയിപ്പോ നാമം ചൊല്ലിക്കൊണ്ട് തന്നെ പോവാം. തിരിച്ചു വന്നപ്പോ കുട്ടിയെ കണ്ടില്ല എന്നാണ്. അങ്ങനെ അദ്ദേഹം ഇരുന്ന് ധ്യാനിക്കുകയാണ്. ആരാണ്? ഭഗവാൻ പറഞ്ഞു ഇത് പറഞ്ഞു തരാൻ വേണ്ടി വന്നതാണെന്ന്. അപ്പൊ ആ മുന്നിൽ കണ്ട രൂപത്തെ ശില്പികളോട് പറഞ്ഞിട്ടാണ് അത്ര ഇന്നത്തെ ബാങ്കി ബിഹാരി ക്ഷേത്രത്തില് പ്രതിഷ്ഠയുണ്ടാക്കിയത് എന്നുള്ളൊരു കഥ പറയും. എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഭഗവാന്റെ സ്മരണത്തിന് യാതൊരു ശുദ്ധാശുദ്ധങ്ങളും പറയൂ. അപ്പൊ ആര് നിങ്ങളോട് എന്ത് ചൊല്ലരുത് എന്ന് പറഞ്ഞാൽ ഉടനെ പറയണം, നിങ്ങൾ ചെയ്യണ്ട, എനിക്ക് എന്താ ചെയ്യേണ്ടത് എന്നുള്ളത് എനിക്കറിയാം. കാരണം അങ്ങനെയുള്ളവര് വഴി തെറ്റിക്കാൻ ശ്രമിച്ചാൽ അതൊരിക്കലും നമ്മൾ കേൾക്കാൻ കൂട്ടാക്കരുത്. കാരണം ഭഗവാന്റെ നാമം ചൊല്ലുന്നവരെ ഭഗവാൻ ഒരു തെറ്റുകാരായി ഒരിക്കലും പറയൂ കാണില്ല. അത് ആരോ തെറ്റിദ്ധരിച്ചിട്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്, ഇത് ചൊല്ലരുത്, അങ്ങനെ ഒന്നുമില്ല. കാരണം നമ്മുടെ നാട്ടിൽ പറയുന്നതല്ല മറ്റ് നാടുകളിലുള്ള സമ്പ്രദായം. ഇപ്പൊ നോക്കൂ, നമ്മളിപ്പോ ക്ഷേത്രത്തിന്റെ അടുത്തൊന്നും ശവം വെക്കില്ല, വെക്കുവോ? എന്നാ നിങ്ങൾ ആ പശുപതി ക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞാൽ എവിടെ പശുപതി എവിടെയാ? കാഠ്മണ്ഡു നേപ്പാളില്. ആ അമ്പലത്തിന്റെ മതിലിനോട് ചേർന്നിട്ടാണ് കത്തിക്കിയത്. ആരെങ്കിലും പോയിട്ടുണ്ടോ അറിയില്ല അവിടെയൊക്കെ? കാഠ്മണ്ഡു ക്ഷേത്രത്തില്. മനസ്സിലായില്ലേ? ഇനി ഒരു കഥയും കൂടി പറഞ്ഞാൽ നിങ്ങൾക്ക് അത്ഭുതം തോന്നും. ഉജ്ജയിൻ മഹാകാളേശ്വർ ക്ഷേത്രം കേട്ടിട്ടുണ്ടോ? അവിടുത്തെ രാവിലത്തെ അഭിഷേകം എന്താണെന്നറിയോ നിങ്ങക്ക്? ഭസ്മാഭിഷേകം. എവിടുന്നാ കൊണ്ടുവരാന്നറിയോ? ചിതയിൽ നിന്ന്. എവിടുന്നാണ്? ചിതയിൽ കത്തിച്ച ഭസ്മം കൊണ്ട് അഭിഷേകം ചെയ്യാൻ. ചിന്തിക്കാൻ പറ്റുമോ നിങ്ങക്ക്? ഭഗവാന് യാതൊരു ദോഷങ്ങളുമില്ല. അപ്പൊ അതുകൊണ്ട് നാമജപത്തിന് യാതൊരു അവർക്ക് പറയണം ദോഷമില്ല. ഇവിടെയാണ് ഗജേന്ദ്രൻ അദ്ദേഹത്തിന് ആ പൂർവജന്മ സ്മൃതി കൊണ്ട് ആ ഭഗവാന്റെ സ്മരണം വന്നതും പിന്നെ അങ്ങോട്ട് ഭഗവാനെ അങ്ങോട്ട് സ്തുതിക്കുന്ന അതിഗംഭീരമായ സ്തുതിയാണ് ഭാഗവതത്തിലെ 8-ാം സ്കന്ധത്തിലെ 3-ാം അധ്യായത്തിലെ ഗജേന്ദ്ര സ്തുതി. ഇതൊന്ന് വായിച്ചു പഠിക്കണം കേട്ടോ. എല്ലാവരും പ്രായമുള്ളവരൊക്കെ ഒന്ന് പഠിക്കണേ. അതിഗംഭീരമായൊരു സ്തുതിയാണ് ഗജേന്ദ്ര സ്തുതി. എല്ലാവർക്കും പഠിക്കാൻ പറ്റിയൊരു സ്തുതിയാണ്. ചൊല്ലാലോ? കയ്യിലുണ്ടല്ലോ പുസ്തകം കുറെ പേർക്ക്. ഭാഗവതം 8-ാം സ്കന്ധം 3-ാം അധ്യായം. ഓം നമോ ഭഗവതേ തസ്മൈ ഏതച്ചിദാത്മകം പുരുഷായാദിബീജായ പരേശായ വിധീമഹി യസ്മിന്നിദം യതശ്ചേദം യേനേദം യഇദം സ്വയം യോസ്മാത് പരസ്മാശ്ച പരസ്തം പ്രപദ്യേ സ്വയംഭുവം. കാണുന്നുണ്ടോ നിങ്ങൾ? ഞാൻ ചൊല്ലുന്നൊക്കെ കാണുന്നുണ്ടോ? സമയത്തിന്റെ കുറവുള്ളോട് ഞാൻ അവിടുന്ന് ഇവിടുന്നൊക്കെ എടുത്ത് കട്ട് ചെയ്ത് പറയണേ. തസ്മൈ നമ പരേശായ ബ്രഹ്മണേനന്ദശക്തയേ അരൂപായോരൂപായ നമാശ്ചര്യകർമ്മണേ നമാത്മപ്രദീപായ സാക്ഷിണേ പരമാത്മനേ നമോ ഗിരം വിദൂരായ
മനസശ്ചേതസാമപി സത്വേന പ്രതിലഭ്യായ നൈഷ്കർമ്മേണ വിപസ്സിതാം നമ കൈവല്യനാഥായ നിർവാണ സുഖസംവിദേ നമഃ ശാന്തായ ഘോരായ മൂഢായ ഗുണധർമ്മിണേ നിർവിശേഷായ സാമ്യായ നമോ ജ്ഞാനകനായ ച ക്ഷേത്രജ്ഞായ നമസ്തുഭ്യം സർവാധ്യക്ഷായ സാക്ഷിണേ പുരുഷായാത്മമൂലായ മൂലപ്രകൃതേ നമഃ സർവേന്ദ്രിയ ഗുണതൃഷ്ടേ സർവപ്രത്യയഹേതവേ അസദാചായുക്തായ സദാഭാസായ തേ നമഃ നമോ നമസ്തേഖിലകാരണായ നിഷ്കാരണായ അദ്ഭുതകാരണായ സർവാഗമനായ മഹാർണവായ നമോപവർക്കായ പരായണായ ഗുണാരണിച്ഛന്ന സൂക്ഷ്മവായ തക്ഷോഭവിസ്ഫൂർജിത മാനസായ നൈകർമ്മ്യഭാവേന വിവർജിതാഗമം സ്വയം പ്രകാശായ നമസ്കരോമി. എന്തൊരു ഗംഭീര ഭാവങ്ങളാണ് ഇതൊക്കെ. ആത്മാപ്തജാപ്ത ഗൃഹവിത്തജനേഷു സക്തൈ. അടുത്ത വരി വിട്ടിട്ട് അടുത്ത വരി. ആത്മാപ്തജാപ്ത ഗൃഹവിത്തജനേഷു സക്തൈ ദുഷ്പ്രാവണായ ഗുണസംഗ വിവർജിതായ മുക്താത്മഭീ സ്വഹൃദയേ പരിഭാവിതായ ജ്ഞാനാത്മനേ ഭഗവതേ നമൈശ്വരായ. സമയം കുറവുള്ളതുകൊണ്ടേ മുഴുവൻ ചൊല്ലാൻ പറ്റില്ല. നമോ നമസ്തുഭ്യം അസഹ്യവേഗ. ലാസ്റ്റ് നമോ നമസ്തുഭ്യം അസഹ്യവേഗ ശക്തിത്രയായ അഖിലദീ ഗുണായ പ്രപന്നപാലായ ദുരന്തശക്തയേ കതിന്ദ്രിയാണം അനവപ്യവത്മനേ നായം ഭേദസമാത്മാനം യശക്ത്യാഹം തിയാ കഥം തം ദുരത്യമാത്മ്യം ഭഗവന്തമിദുസ്മ്യഹം. എന്തൊക്കെയാ പറയണത്? ജിതേന്ദ്രന്റെ ആ ഒരു മനസ്സിലെ ഭാവം പറയുകയാണ്. ഭഗവാനെ ഒരു കാലഘട്ടത്തിൽ നോക്കൂ, ഈ ഇതൊക്കെ ഒരാനയുടെ വാക്കുകളൊന്നല്ല. ആത്മാപ്ത ജാപ്ത ഗൃഹ വിത്ത ജനീഷു. ഗൃഹവിത്തം എന്നൊക്കെ ആനയുടെ കഥയാണോ? വിത്തം ഗൃഹം, വിത്തം എന്ന് പറഞ്ഞ സമ്പത്ത്. ആത്മാപ്ത ജാപ്ത ഗൃഹ വിത്ത ജനീഷു ആസക്തം. അതായത് ഇത്രയും കാലം എൻ്റെ മനസ്സ് കുടുംബകാര്യത്തിലും മറ്റു കാര്യത്തിലൊക്കെ അങ്ങനെ ആസക്തനായി എന്ന് വെച്ചാൽ അതിലൊക്കെ അങ്ങോട്ട് മുഴുകി. അതൊക്കെയാണ് സത്യം, അതൊക്കെ എന്നും കൂടെ ഉണ്ടാവും എന്നൊക്കെ അങ്ങനെ കരുതി ഞാൻ നായം വേദസമാത്മാനം യശക്ത്യാഹന്തിയാഹതം തം ദുരത്യമാഹാത്മ്യം ഭഗവന്തമിദുസ്മ്യഹം. ഞാൻ അവിടുത്തെ മാഹാത്മ്യം മനസ്സിലായില്ല എന്ന് വെച്ചാൽ കാലം എന്നെ പരീക്ഷിക്കുമെന്ന് എനിക്ക് അറിയാനേ പറ്റിയില്ല. കാലം വന്നെന്നൊരു കുരുക്കിലിടുന്ന് ഞാൻ ഒരിക്കലും ആരും കാണുന്നില്ല. കാലം എവിടെയാണ് നമ്മളെ കൊണ്ടുപോയി തള്ളിയിടുന്നത് എന്നറിയുന്നില്ല അല്ലേ? ഓർക്കാപ്പുറത്ത് രോഗങ്ങളൊക്കെ വന്ന് വളരെ മാനസികമായി തളരുന്നവരില്ലേ? ഉണ്ടോ ഇല്ലയോ? അവിചാരിതമായി അപ്രതീക്ഷിതമായി മരണങ്ങളൊക്കെ സംഭവിക്കുന്നില്ലേ? ഉണ്ടോ ഇല്ലയോ? ഇതൊക്കെ നമ്മുടെ ജീവിതത്തിലെ അടികൾ കിട്ടുമ്പോഴാണ് അറിയുന്നത് ഞാനീ പിടിച്ചു വെച്ചതൊന്നും എൻ്റെ കൂടെ ഉണ്ടാവില്ല. ഈ അടി ഭഗവാനെ എൻ്റെ കണ്ണു തുറപ്പിച്ചു. ഇനി ഞാൻ അങ്ങേ ഒരിക്കലും മറന്നു പോകരുത്. അങ്ങയുടെ ആ ഒരു നാമത്തിലുള്ള പാദത്തിലുള്ള പിടി ഇനി വിട്ടുപോകരുത്. നമോ നമസ്തുഭ്യമസഖ്യവേഗ ശക്തിത്രയായ അഖിലദീ ഗുണായ പ്രപന്നപാലായ ദുരന്തശക്തയേ കതിന്ദ്രിയാണാമനവപ്യവത്മനേ. ഇനി ഭഗവാനെ ഞാൻ അങ്ങേ ഒരിക്കലും വിസ്മരിക്കാതെ ജീവിക്കാൻ എനിക്ക് സാധിക്കട്ടെ. ഇപ്പൊ നമ്മുടെ ജീവിതത്തിൽ പ്രയോറിറ്റി ഭഗവാനല്ല. ഇപ്പൊ നമ്മുടെ ജീവിതത്തിൽ കുടുംബകാര്യങ്ങൾ കഴിഞ്ഞിട്ടുള്ളൊരു ഭഗവാനേ ഉള്ളൂ. ഇപ്പൊ രാവിലെ കുളിച്ച് ജപിച്ചിട്ട് വീട്ടുകാര്യങ്ങളൊക്കെ തുടങ്ങുന്നവർ എത്ര പേരുണ്ട്? അതിനൊരു പ്രാധാന്യം കൊടുത്തുകൊണ്ട്
അപ്പൊ അങ്ങനെ ഒരു പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ളൊരു ജീവിതം, അത് ക്രമേണ അത് ചടങ്ങാവരുത്. മനസ്സിലായില്ലേ? അത് വെറുതെ ഇരുന്നിട്ടോ വിശ്വം വിഷ്ണുഷട്കാരോ ഭൂതഭവ്യ ഭവൽ പ്രഭു, ആ ഭൂതങ്ങളൊന്നും നന്നാവില്ല എന്നുള്ള രീതിയിൽ മനസ്സ് എവിടെയോ കിടക്കണോ, ഇവിടെ ഭൂതഭവ്യ ഭവൽ പ്രഭു, ഭൂതഗത് ഭൂതബുദ്ഭാവു, ഭൂതാത്മാ ഭൂതഭാവനെന്ന് പറഞ്ഞിട്ട് ചൊറി പറഞ്ഞിട്ട് ചൊല്ലിയിട്ട് എന്താ കാര്യം? അങ്ങനെ ചൊറി പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അവ ചൊല്ലുന്നതിൽ അത്രയും മനസ്സ് ലയിച്ചത് ആസ്വദിച്ച് അങ്ങനെ രസിച്ചുകൊണ്ട് ചൊല്ലാൻ പറ്റുന്നവർ എത്ര പേരുണ്ട്? അങ്ങനെ ചൊല്ലാൻ പറ്റുന്നവരാണ് ശരിക്കും ഭക്തരെ. അങ്ങനെ വെറുതെ ചടങ്ങ് പോലെ ചൊല്ലിയിട്ട് കാര്യമില്ല. വെറുതെ ചടങ്ങ് പോലെ നിങ്ങൾ അമ്പലത്തിൽ പോയിട്ട് കാര്യമില്ല. 5 മിനിറ്റെങ്കിൽ 5 മിനിറ്റ് നിങ്ങൾ ആ ഒരു നാമജപത്തിൽ അങ്ങനെ പറയൂ, ലയിച്ചുകൊണ്ട്. മനസ്സിലായില്ലേ? ഇത് ഭാര്യയും ഭർത്താവും കൂടെ ഗുരുവായൂരിൽ പോകും. എന്നിട്ട് നടക്കുമ്പോൾ ആ പ്രദക്ഷിണം വെക്കുമ്പോൾ പാൽപ്പായസം മേടിക്കണം, ശർക്കര പായസം മേടിക്കണം, പാൽപ്പായസം മേടിക്കണം, ശർക്കര പായസം മേടിക്കണം. ഈ പാൽപ്പായസം മേടിക്കണം, ശർക്കര പായസം മേടിക്കുന്ന കാര്യം പറഞ്ഞിട്ടാ പ്രദക്ഷിണം വെക്കുന്നത്. എന്ത് ഗുരുവായൂരിൽ പോയിട്ടാ കാര്യം? ആരെയാ നിങ്ങൾ കാണാൻ പോകുന്നത്? അതുകൊണ്ടാണ് പറഞ്ഞത് ആത്മീയതയിൽ കൂട്ടുകൂടരുത് എന്ന്. ആത്മീയതയിൽ എപ്പോഴും ഒറ്റയ്ക്കേ പോവാമോ. കാരണം കൂടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചൊറി പറഞ്ഞുകൊണ്ടേയിരിക്കും. അതും പറഞ്ഞിട്ട് അമ്പലത്തിൽ പോയിട്ട് യാതൊരു കാര്യമില്ല. മനസ്സിലായില്ല? ഇക്കാര്യത്തിൽ കൂട്ടുപാടില്ല. വിവിക്ത സേവിനം എന്ന് പറയും. വിവിക്തം എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്ക് വേണം ഇത്തരം കാര്യങ്ങൾ. എന്താന്നും മിണ്ടാത്തത്? അങ്ങനെയൊക്കെ ഒരു ധൈര്യം ഉണ്ടാവാറുണ്ടോ ആർക്കെങ്കിലും? ഒറ്റയ്ക്ക് ധൈര്യം ഉണ്ടാവാറുണ്ടോ? ആ ഒരു ധൈര്യം നേടണം. അപ്പോഴാണ് മനസ്സിനൊരു മനോബലം ഒന്നുകൂടി കൂടുന്നത്. അപ്പൊ പിന്നെ നിങ്ങൾക്ക് ക്രമേണ മനസ്സ് ശക്തിപ്പെടുന്നത് കാണാൻ സാധിക്കും. ആ ഗജേന്ദ്രന്റെ അവസ്ഥ നോക്കൂ നിങ്ങൾ. ഒരു വശത്ത് മുതല കട്ടിച്ച് താഴോട്ട് വരിക, വേറെ വശത്ത് മനസ്സ് ഊർജത്തോടെ ആരിലേക്ക് എടുക്കണോ? കാലം ഇങ്ങോട്ട് വലിക്കണോ, നാമം അങ്ങോട്ട് വലിക്കുന്നു. ഗജേന്ദ്രൻ കാലത്തിന് മനസ്സ് വിട്ടുകൊടുത്തില്ല. എതിനിട്ട് കൊടുത്തു? നാമം, ഈ കീർത്തനങ്ങൾ ചൊല്ലിക്കൊണ്ട്, ഭഗവാന്റെ സ്മരണം ചൊല്ലിക്കൊണ്ട് മനസ്സ് അങ്ങോട്ടങ്ങോട്ട് വിട്ടുകൊടുത്തപ്പോൾ അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഭഗവാന്റെ പ്രതിജ്ഞ നടക്കുന്നത്. നമേ ഭക്ത പ്രണശ്യതി, എന്റെ ഭക്തനെ തളരാൻ ഞാൻ ഒരിക്കലും. ഉറക്കെ പറയൂ. അപ്പൊ ഭക്തനാവണമെങ്കിൽ എന്ത് വേണം? മനസ്സ് വിട്ടുകൊടുക്കരുത്. ആർക്ക്? വേദനകൾക്ക്, ദുഃഖങ്ങൾക്ക്, പ്രയാസങ്ങൾക്ക്, മറ്റ് ചിന്തകൾക്കൊന്നും ആരെ കൊടുക്കരുത്? ഡെയിലി രാവിലെ എണീറ്റ് പറയണം, മനസ്സ് ഞാൻ ആർക്കും കൊടുക്കില്ല. ആർക്കേ കൊടുക്കുള്ളൂ? മക്കൾക്കോ? നന്നായി തന്നെ. മക്കൾക്ക് കൊടുക്കാനാണോ മനസ്സ്? ഞാൻ ഭഗവാൻ. പക്ഷെ ഭഗവാൻ പിന്നെയുള്ളൂ, മക്കളാണ് ആദ്യം വരിക. ആദ്യ ചിന്തയൊക്കെ വരിക ആണോ? അപ്പൊ ആ ഒരു ചിന്ത വരണം, ഭഗവാനാണ് എന്റെ മനസ്സ് കൊടുക്കേണ്ടത്. കുറച്ചു നേരമെങ്കിലും, ഒരു 108 തവണയെങ്കിലും നാമം ജപിച്ച് ബാക്കി കാര്യങ്ങളൊക്കെ തയ്യാറാവണം. അപ്പൊ അതിനൊക്കെ നേരത്തെ എന്ത് ചെയ്യണം? എണീക്കണം. അതിനെ കുറച്ച് നേരത്തെ കിടന്നുറങ്ങണം. രാത്രി 12 മണി വരെ ഇരുന്ന് തോണ്ടിയിട്ട് കാലത്ത് എന്ത് നാമം ജപിക്കാനാണ്? അതിനാണ് നേരത്തെ കിടന്നാലേ നേരത്തെ എണീക്കാൻ പറ്റുള്ളൂ. നേരത്തെ എണീറ്റാലേ ഒറ്റയ്ക്ക് ഇരുന്ന് ഇതെല്ലാം ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ഒന്ന് ശീലിച്ചു നോക്കൂ നിങ്ങൾ. ജീവിതത്തിൽ ഇത്ര ഒരു ആനന്ദം വേറെയില്ല. ഈ നാമത്തിൽ ഒരു രുചി വന്നാലല്ലോ, ഇത് സത്യം പറഞ്ഞ ഒരു ലഹരിയാണ്. ഈ കള്ളിന്റെ അവസ്ഥ എന്താന്ന് എനിക്കറിയില്ല. പക്ഷെ ഈ ലഹരി ഒരിക്കൽ തലയ്ക്ക് കയറിയാൽ പിന്നത് വിട്ടുപോകില്ല. ഏത് ലഹരി? നാമലയ ലഹരി. എന്താണ് നാമത്തിൽ ലഹരി എന്ന് പറയുന്നത്? അതിലങ്ങോട്ട് മനസ്സ് ലയിച്ചു ചേരുന്ന ഒരു ലഹരി തലയ്ക്ക് കയറിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് സമയം പോകുന്നത് പോലും അറിയില്ല. അതിലങ്ങനെ മുഴുകിപ്പോവും. നിങ്ങൾ അങ്ങനെ ലയിച്ചു പോകും. നിങ്ങൾ തിരുവല്ലാമല ക്ഷേത്രം കേട്ടിട്ടുണ്ടോ? തൃശ്ശൂരിലൊരു വളരെ പ്രസിദ്ധമായ ക്ഷേത്രമുണ്ട്. ഉണ്ടോ? തിരുവല്ലാമല ക്ഷേത്രം കേട്ടിട്ടുണ്ടോ? അവിടെ ഒരാള് ഭാഗവതമൊക്കെ കേട്ടിട്ട് ഇത്തിരി വിരക്തി വന്നിട്ട് അവിടെ വന്നങ്ങനെ ധ്യാനിക്കും. ഒരു മൂലയിലിരുന്ന് പുറത്ത്, അവിടെ ഒരു പ്രത്യേക സ്ഥലമാണ്, ഒരു പാറയുടെ മുകളിലാണ് ആ ക്ഷേത്രം നിൽക്കുന്നത്. കണ്ടിട്ടുണ്ടോ അത്? നിങ്ങളുടെ ഈ ഇവിടുത്തെ ഒരു ക്ഷേത്രം ഉണ്ടല്ലോ, പാറയുടെ ഉള്ളിലൊരു ക്ഷേത്രം.
അതിൻ്റെ ഒരു വ്യത്യസ്ത ഭാവമാണത്. ഇത് മുഴുവൻ പാറക്കെട്ടാണ് ആ ഭാഗം. അപ്പൊ ഇതേ അവിടെ ഇരുന്ന് ഇങ്ങനെ കുറേ നേരം നട്ടലൊക്കെ നിവർന്ന് ഇടയ്ക്കിടയ്ക്കൊക്കെ നിവർന്നൊക്കെ ഇങ്ങനെ ഇരുന്ന് ജപിക്കും. അപ്പൊ അവിടെയാണെങ്കിലോ കംപ്ലീറ്റ് ഈ കാമുകന്മാരുടെ ഏരിയയാണ്. കാരണം ഇത്തിരി ഒറ്റപ്പെട്ട സ്ഥലമാണ്, മെയിൻ റോഡിന്ന് ഇത്തിരി കുറ്റിക്കാടും ഉണ്ട്. കാടും പൊന്തക്കാടൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് നല്ല കൃഷിഭൂമിയാണ്. ആർക്ക് കാമുകന്മാർക്ക് അതിന് പറ്റിയ സ്ഥലം. അത് നിങ്ങൾ എപ്പോഴും പോയി നോക്കിയാൽ കാണാം. ഈ പിള്ളേരിങ്ങനെ പെമ്പിള്ളേരും ആമ്പിള്ളേരും ഇങ്ങനെ പല ഈ കൊത്തുപണി പോലെ ഇങ്ങനെയുള്ള രൂപങ്ങളിലൊക്കെ നിൽക്കുന്ന അവിടെ കാണാം. അങ്ങോട്ട് ചാഞ്ഞും ഇങ്ങോട്ട് ചാഞ്ഞും ഒക്കെ നിൽക്കുന്ന രംഗങ്ങളൊക്കെ അത് കാണാം നിങ്ങൾക്ക് അവിടെ. എന്ത് ചെയ്യാൻ പറ്റും? അപ്പോ ഇദ്ദേഹം ധ്യാനിച്ചിരിക്കുമ്പോൾ ഒരു പയ്യൻ, അവന്റെ കാമുകിയുടെ എന്തോ ബർത്ത്ഡേ എന്തോ ആണ്, ഇവൻ എവിടെ നിന്ന് ഒരു പൂവൊക്കെ ആയിട്ട് ഓടി വന്ന് ഈ കാരണവരിയ്ക്കുന്നത് കണ്ടില്ല, ഒരു തട്ട് തട്ടിയിട്ട് ഓടി. ആരവരവിടെ തങ്ങളുടെ ചാടി എണീറ്റ് ദേഷ്യപ്പെട്ടി അവൻ ഓടിപ്പോയി. കാരണം അവളുടെ ബർത്ത്ഡേ ആണ്. അപ്പൊ അവൾക്ക് പൂവ് കൊടുക്കാൻ വേണ്ടി നോക്കും, പൂവ് കിട്ടിയില്ല. ഇവൻ ഇത് അന്വേഷിച്ച് സമയം വൈകിപ്പോയി. ഇവളാണെങ്കിൽ ക്ഷമയില്ലാതെ ഇവന് വേണ്ടി കാത്തിരിക്കുകയാണ്. ഇവന് പേടി, ഇതിന് ഞാൻ അവിടെ എത്തുമ്പോഴേക്കും വേറെ വല്ലൊരു പൂവ് കൊടുക്കുമോ എന്നുള്ളതാണ്. ഇന്നിപ്പോ അങ്ങനെയുള്ള ഒരു കാര്യം കൂടിയാണല്ലോ. ഇതിന് ബെഞ്ചിങ് എന്ന് പറയാം അവരുടെ ഭാഷയിൽ. ഒരാളെ ബെഞ്ചിലിരുത്തും അത്രേ, ഒരാളെങ്ങനെ റിസർവ് ചെയ്ത് വെക്കുന്നു. അപ്പൊ വേറെ വല്ലവരും പൂ കൊടുക്കുന്നതിന് മുമ്പ് താൻ പൂവ് കൊടുക്കണം. അപ്പൊ അവൻ ഈ ഇരിക്കുന്ന ആളെ ഒന്നും ആണ്ടില്ലേ, ഒരു തട്ട് തട്ടിയിട്ട് പോയി. കുറെ കഴിഞ്ഞ് അവന്റെ എല്ലാ കിന്നാരങ്ങളും ശൃംഗാരങ്ങളും ഒക്കെ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ ഈ കാരണവർ കണ്ടു, വൃത്തികെട്ടവൻ, നീ ഇവിടെ കൊഞ്ചാൻ വന്നിരിക്കുകയാണ്. ഒരാൾ ധ്യാനിച്ചിരിക്കുമ്പോ അയാൾ തട്ടിയിട്ട് ഹേയ് എന്നാ ഒരു ക്ഷമ പറയാ, ഒരു സംസ്കാരം. അവിടെ ചൂടായി. അപ്പൊ അവൻ കാലൊക്കെ തൊട്ടിട്ട് ക്ഷമ പറയുന്നു. അവൻ പറഞ്ഞു, ഇന്ന് അവളുടെ ബർത്ത്ഡേ ആയിരുന്നു, അപ്പൊ അതിനൊരു പൂ കൊണ്ട് കൊടുത്തില്ലെങ്കിൽ പിന്നെ അവൾ എന്നെ കൊന്നു കളയും, അതുകൊണ്ടാണെന്നൊക്കെ പറഞ്ഞ് ക്ഷമ പറഞ്ഞിട്ട് പറഞ്ഞു, അല്ല ഞാൻ ചോദിക്കട്ടെ, സത്യസന്ധമായി പറയണേ, അങ്ങ് ഇരിക്കുന്നത് ഞാൻ കണ്ടില്ല, എന്റെ മനസ്സിൽ അവള് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്റെ മനസ്സിൽ അവള് മാത്രമേ ഉള്ളായത് കൊണ്ട് ഞാൻ അങ്ങേ കണ്ടില്ല, അതുകൊണ്ടാണ് തട്ടിയത്. അങ്ങയുടെ മനസ്സിൽ ആരായിരുന്നു ഉണ്ടായിരുന്നത് എന്ന്, അങ്ങ് ആരെ ഓർത്തുകൊണ്ടാണ് ഈ കണ്ണടച്ചിരിക്കുന്നത് എന്ന്. അപ്പൊ ഇത് ഈ പയ്യന്റെ മുഖത്തേക്ക് നോക്കി, എന്താ അങ്ങനെ ചോദിച്ചത്? അല്ല, അങ്ങപ്പോ ഭഗവാനെ ഓർത്തുകൊണ്ടല്ലേ ഇരുന്നത്. അങ്ങ് ഇതുപോലെ എന്നെ പോലെ മുഴുകിയിരുന്നെങ്കിൽ ഞാൻ തട്ടിയത് അങ്ങ് അറിയുവോ? അവിടെയാണ് കാര്യം. ഞാൻ ആ പെണ്ണിനെ ഓർത്ത് അങ്ങേ തട്ടിയത് ഞാൻ അറിഞ്ഞില്ലേ. എന്റെ ഉള്ളിലുള്ള ആ വികാരങ്ങളൊക്കെ ഉണ്ട്. അങ്ങയ്ക്കും അതുപോലൊരു ഭക്തിയുടെ തീവ്ര വികാരം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ തട്ടിയത് അങ്ങും അറിയില്ല. പക്ഷെ ഒരു കാര്യം നിങ്ങൾ നോക്കിയിട്ടുണ്ടോ, നമ്മൾ ഈ മൊബൈലൊക്കെ എടുത്തിട്ട് തോണ്ടുമ്പോൾ അതിലുള്ള തീവ്രമായ ഒരു രസം നാമം ചൊല്ലുമ്പോ കിട്ടുമോ? അത്ര തീവ്രമായ മുഴുകൽ നാമം ചൊല്ലുമ്പോൾ മുഴുകുമോ? സത്യം പറയണം, നുണ പറയരുത്. എത്ര പേർക്ക് അങ്ങനെ മുഴുകും മനസ്സ്? അപ്പൊ നമ്മൾ പഠിക്കണം. ലൗകിക കാര്യത്തിൽ വാസന ഉണ്ട്, ആത്മീയ വാസനയ്ക്ക് അങ്ങോട്ട് ബലം വന്നിട്ടില്ല, ശക്തി വന്നിട്ടില്ല, തീവ്രത വന്നിട്ടില്ല. ഭാഗവതത്തിന്റെ ആദ്യ ഭാഗത്തൊരു കഥ കണ്ടില്ലേ നിങ്ങള്? പരീക്ഷത്ത് മഹാരാജാവ് ചത്ത ഒരു പാമ്പിനെ ശമീകിയുടെ കഴുത്തിലിടുമ്പോ രാജാവ് ചെയ്ത പ്രവൃത്തിയൊന്നും ആ മഹർഷി അറിഞ്ഞില്ല. അത്ര ഒരു ലയം അദ്ദേഹത്തിനുണ്ടായിരുന്ന. മനസ്സിലാവുണ്ടോ? ഈ തലത്തിലേക്ക് നമുക്ക് മാനസികമായി ഉയരണം. മനസ്സിലാവുണ്ടല്ലോ? അത്രയും ഉയരാൻ സാധിക്കും. ആ ഗജേന്ദ്രൻ ആ മനസ്സങ്ങോട്ട് സമർപ്പിച്ചപ്പോൾ മുതല കടിച്ച കാര്യങ്ങളൊക്കെ മറന്നു. അങ്ങനെയുള്ള ഭക്തനെ ഭഗവാൻ കൈവിടില്ല.